ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ കാണിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോക്ക് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയ നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. മുടി നന്നായിട്ട് കറുക്കുന്ന മാത്രമല്ല, മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ വീട്ടിലുള്ള 3-4 ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹെയർ ഡേ ആണ്. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അലർജിയുടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അലർജിയുടെ പ്രോബ്ലം ഉള്ളവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ്. മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാച്ചുറലായിട്ടുള്ള അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഈ ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. ഡൈ തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉലുവയാണ് കേട്ടോ. നമുക്കത് ഇരുമ്പിൻ്റെ ഈ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ഏത് പാത്രത്തിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും വറുത്തെടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കരിഞ്ജീരകമാണ് കേട്ടോ. അപ്പോൾ ഉലുവ എടുത്ത് അതേ അളവിലാണ് കരിഞ്ജീരകം എടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഞാനിതിൽ ഒരു സ്പൂൺ അളവിൽ കടുക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് മൂന്നും നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നല്ല കറുത്ത കളറിൽ വളർന്നു വരുന്ന മുടിയൊക്കെ നല്ല കറുപ്പോടെയും അതേപോലെ നല്ല കരുത്തോടെയൊക്കെ വളർന്നു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 3 ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത്. മുടി ഒഴിച്ചിലൊക്കെ മാറാനും അതുപോലെ തന്നെ നമുക്ക് എത്ര താരൻ്റെ പ്രോബ്ലം ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന 3 ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. കടുകും കരിഞ്ജീരകവും ഉലുവയും. നല്ലപോലെ ഇത് മൂന്നും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിവിടെ ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുകും നമ്മുടെ ഉലുവയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് പൊട്ടി വരും. ചൂടായി വരുന്ന ആ ഒരു ടൈമിൽ ഇതൊന്ന് പൊട്ടി വരും. ആ സമയത്ത് നമുക്കൊരു മൂടി വെച്ചിട്ട് ഇതൊന്ന് മൂടി കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഇത് പൊട്ടി ഇത് പുറത്തേക്കൊന്നും പോകത്തില്ല. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം മാത്രം ഇത് പൊടിച്ചെടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് പൗഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ അടച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഇതിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കുന്നത് എള്ളെണ്ണയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിലാണ് നിങ്ങൾക്ക് സ്യൂട്ടാവുന്നതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എള്ളെണ്ണ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ നല്ല കറുത്ത കളറാവാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാച്ചിയ എണ്ണ എന്തെങ്കിലുമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കരിഞ്ജീരകത്തിൻ്റെ ഓയിലോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ എള്ളെണ്ണ ബെസ്റ്റാണ് കേട്ടോ. മുടി നന്നായിട്ട് വളരാനും അതുപോലെ നല്ലപോലെ കറുപ്പാവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എള്ളെണ്ണ. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. എൻ്റെ ഫ്രണ്ടിൻ്റെ മകൾക്ക് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ്. 6ാം ക്ലാസ് പഠിക്കുന്ന മോളായിരുന്നു കേട്ടോ. അവൾക്ക് ഈ ചെവിയുടെ പുറകു സൈഡിലായിട്ടുള്ള മുടിയായിരുന്നു നരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ പൊടി മുഴുവനായിട്ടും എടുത്ത് അതിലേക്ക് എള്ളെണ്ണ മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അതായത് നമ്മൾ ഇത്ര തിക്കായിട്ടുള്ള ഒരു ഇതായിട്ടല്ല, കുറച്ച് ഓയിലി ആയിട്ടാണ്. ഓയിൽ കൂടുതൽ ഒഴിച്ചിട്ട് നമ്മൾ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്യില്ലേ, ആ ഒരു രീതിയിലാണ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പൊടി മുഴുവനായിട്ടും എടുത്ത് അതിലേക്ക് എള്ളെണ്ണ മിക്സ് ചെയ്ത് ഒരു ചില്ല് കുപ്പിയിലാക്കി വെച്ചേക്കായിരുന്നു ചെയ്തിരുന്നത്. കുട്ടിക്ക് അത് നമ്മൾ 1 മണിക്കൂർ നേരം തലയിലൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അത് ചെറുതായിട്ടൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുത്തിട്ടാണ് മോക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് 1 മണിക്കൂർ വെച്ചിരുന്നതിന് ശേഷം മൈൽഡായിട്ടൊരു ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയായിരുന്നു കേട്ടോ. അപ്പോൾ മോൾ എല്ലാ ദിവസവും തല വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ദിവസവും മോക്ക് അത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. 1 മാസമൊക്കെ ആയപ്പോൾ മുടി ഫുള്ളായിട്ടും ബ്ലാക്ക് കളറായി. ഇപ്പോൾ ഒരു മുടി പോലും നരച്ചതില്ല കേട്ടോ മോളുടെ തലയിൽ. അതുപോലെ തന്നെ നന്നായിട്ട് മുടി വളരുകയും ചെയ്തു. അപ്പോൾ നമ്മളിതിൽ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അത്രയും നല്ല നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തേക്കുന്നത്. അതായത് ഉലുവയായാലും കരിഞ്ജീരകമായാലും കടുകായാലും കറിവേപ്പിലയായാലും എള്ളെണ്ണയായാലും നമ്മുടെ മുടിക്ക് അത്രയും 100% റിസൾട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിത് കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾ 1 മണിക്കൂർ നേരമെങ്കിലും തലയിൽ അപ്ലൈ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളിത് ഓയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷാമ്പു വാഷ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ അത് മുടിയിൽ നിന്ന് പോകുള്ളൂ. അപ്പോൾ മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ച് നിങ്ങളിത് വാഷ് ചെയ്ത് കളയുക. അല്ല താളി ഉപയോഗിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ല ചിലർ 1-2 ദിവസങ്ങളിലായിരിക്കും തല വാഷ് ചെയ്യുന്നത്. ചിലപ്പോൾ ആഴ്ചയിൽ 3 ദിവസമൊക്കെ മാത്രമേ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ മാത്രമേ തല വാഷ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യുക. ഒരു നരച്ച മുടി പോലും നിങ്ങളുടെ തലയിൽ ഉണ്ടാവില്ല. അത്രയും ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടും. റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ഓയിലാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്